നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ സംഭവിച്ചതിനേക്കാൾ പ്രധാനമായിട്ട് എനിക്കിപ്പോ വേറെ ഒന്നുമില്ല. എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാണല്ലോ. കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ഉപരി ചില സത്യങ്ങളുണ്ട് വിഷ്ണുവേട്ടാ. അതെന്താന്ന് അറിയേണ്ടതുവാ. അതെ, കള്ളങ്ങൾ കൊണ്ട് എന്റെ കാഴ്ചകൾ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരിക്കും. അല്ല, നീ ഇങ്ങനെ മാറി നിൽക്കരുത്. 10 കാശുണ്ടാക്കാൻ പറ്റുന്ന അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. എന്നാ പിന്നെ ഏടത്തി, ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പൊന്നി. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. എന്നാ പിന്നെ വരട്ടെ ഏട്ടാ. എന്നാ ശരി. അപ്പൊ കാണാം. വിഷ്ണു, നിന്നെ കൂടി മുന്നിൽ കണ്ടിട്ടാ ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നു. സത്യമേ, ഞാനിപ്പോ വരാം. ശരി. രോഹിത്തെ, അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ. ശരി. എന്തായാലും ഒരു നല്ല കാര്യത്തിന് നമ്മൾ തുടക്കം കുറിച്ചു. ഇനിയെല്ലാം നല്ല ഐശ്വര്യമായിട്ട് പൊയ്ക്കോളൂ. രാഘവേട്ട, എന്താ പിണങ്ങി പോവാ? ഭാഗ്യമുണ്ടെങ്കിൽ ഇനി ഞാൻ ഈ വെള്ളം കുടിക്കാൻ പോന്നേ. അച്ഛൻ ഇഷ്ടമല്ല സ്ഥിതിക്ക് നമ്മൾ ഇതിനെ ഇറങ്ങണമായിരുന്നോ? അതിന് ഏത് കാര്യത്തിനാടാ രാഘവേട്ട സന്തോഷത്തോടെ സഹകരിച്ചിട്ടുള്ളത്? എല്ലാത്തിനും മുടക്കല്ലേ പറയൂ. നീ ആവശ്യപ്പെട്ട പണം അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവളുടെ കല്യാണോ ശാരദാമ്മേ? ചെറിയമ്മ അസുഖമായിട്ട് കിടപ്പ് തുടങ്ങിയിട്ട് നാള് കുറേയായി. എന്ന് വെച്ച് ഇവളെ അങ്ങനെ നിർത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ? ഞങ്ങൾ എല്ലാരും കൂടെ സഹായിച്ച് അതങ്ങ് നടത്താൻ പോവാ. അതങ്ങനെ തന്നെയാ വേണ്ടത്. അങ്ങനെ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഒരു പ്രായം കഴിഞ്ഞ പെൺകുട്ടികളെ എത്ര വേഗം കെട്ടിച്ചയക്കാൻ പറ്റുമോ അത്രയും വേഗം കെട്ടിച്ചയക്കണം. എന്തായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഇവക്ക് നല്ലൊരു ജീവിതം കിട്ടുന്ന കാര്യമല്ലേ. പിന്നെ നീ ചോദിച്ചതിനേക്കാൾ ഒരല്പം തുക കൂടുതലുണ്ട്. അതെന്റെ പേർക്ക്. കല്യാണത്തിന് ഞങ്ങളൊക്കെ വരും കേട്ടോ മോളെ. പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? എല്ലാരും വരി തന്നെ വേണം. എന്നാ വൈകിക്കുന്നില്ല ശാരദാമ്മേ, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. അല്ല, ഇവളുടെ അച്ഛൻ അതൊന്നും പറയാതിരിക്കുന്ന ഭേദം. തിരിഞ്ഞു നോക്കത്ത് പോലും ഇല്ല. എന്തിനാ, ഒരു ഫോൺ പോലും ചെയ്യില്ല. കഷ്ടം. ഇനി എവിടെയെങ്കിലുമൊക്കെ വീണ് കിടക്കുമ്പോ മക്കളെ കുറിച്ച് ഓർക്കും. അപ്പോഴേക്കും മക്കളച്ഛനെ മറക്കും. ഇങ്ങനെയുള്ളവരൊക്കെ വഴി കിടന്നേ മരിക്കൂ. പച്ചവെള്ളം കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. എന്നാ ഞാൻ വരട്ടെ ശാരദാമ്മേ, ഇപ്പൊ തന്നെ വൈകി. വരട്ടെ ശാരദാമ്മേ. ശരി മോളെ. എല്ലാരെയും സഹായിക്കണമെന്നുള്ളൊരു മനസ്സുണ്ട്. അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ വേണമല്ലോ. ശാന്തേച്ചി പോവായോ? കല്യാണത്തിന് വരണം കേട്ടോ ചേച്ചി. പിന്നെ വരാതിരിക്കോ? ഉറപ്പായിട്ടും വരും. എന്നാ പിന്നെ ഇറങ്ങട്ടെ മോളെ.
രാമേട്ടാ പോകുന്ന വഴിക്ക് ഇവരെ കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്ക്. ആ കയറിക്കോ. ചെല്ല്. ആ മോളെ എന്തായി? നീ വിഷ്ണുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു? ഫോണൊന്നും എടുക്കണ്ടേ അമ്മേ, എന്നാലല്ലേ കാര്യങ്ങളൊന്ന് പറയാൻ പറ്റൂ. എന്തായാലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അബദ്ധം വന്നുപോയി. അതിന്റെ സത്യാവസ്ഥ എന്താന്ന് അവനെ ബോധ്യപ്പെടുത്തണ്ടേ? അതിപ്പോ നേരിട്ടാണെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലാണെങ്കിലും കാര്യങ്ങൾ അവനെ അറിയിച്ചേ പറ്റൂ. സത്യമാണെങ്കിൽ അമ്പലത്തിൽ പോണമെന്നും പറഞ്ഞു വാശി പിടിച്ചിരിക്കുക. 1-2 തവണ എന്നെ വിളിച്ചിരുന്നു. ആ അത് നീ കാര്യാക്കണ്ട. സത്യ ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയിക്കോളാം. നീ വിഷ്ണുവിനെ ഫോണിൽ കിട്ടുമെന്ന് നോക്ക്. എന്റെ ബിഗ് ഫ്രണ്ട് അതാ എന്റെ അച്ഛൻ. ഭയങ്കര ജോലി തിരക്കുള്ള ആളാ. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഫോൺ വിളിക്കും, എന്നെയും വിളിക്കും, അമ്മയും വിളിക്കും. വിഷ്ണുട്ടാ, എനിക്ക് വിഷ്ണുട്ടനോട് സംസാരിക്കണം. എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? വിഷ്ണുട്ടാ, എനിക്കൊന്ന് സംസാരിക്കണം. ഓ എനിക്കൊന്നും കേക്കണ്ട. വിഷ്ണുട്ടൻ കേൾക്കണം. സംഭവിച്ചത് എന്താണെന്ന് വിഷ്ണുട്ടൻ അറിയണം. ഓ ഇപ്പൊ സംഭവിച്ചതിനേക്കാൾ പ്രധാനമായിട്ട് എനിക്കിപ്പോ വേറെ ഒന്നുമില്ല. എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാണല്ലോ. കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ഉപരി ചില സത്യങ്ങളുണ്ട് വിഷ്ണുട്ടാ. അതെന്താന്ന് അറിയേണ്ടതുവാ. അതെ, കള്ളങ്ങൾ കൊണ്ട് എന്റെ കാഴ്ചകൾ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരിക്കും. അല്ല, യഥാർത്ഥ സത്യം എന്താണെന്ന് വിഷ്ണുട്ടനെ ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാ. ശരി, ഒരു പ്രാവശ്യം കൂടി ഞാൻ നീ പറയുന്നത് കേൾക്കും. എനിക്ക് വിശ്വാസം ആയില്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച. ശരി, സമ്മതിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.